നമുക്ക് നല്ല റോഡുകൾ തന്നിട്ട് നല്ല ടോളുകൾ വെച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ പോകുന്ന 60 കിലോമീറ്റർ ഒരു സ്ഥലത്ത് നമുക്ക് ടോൾ കൊടുത്തിട്ടാണ് പോകുന്നത്. കാരണം പണ്ട് നമ്മുടെ റോഡുകൾ ചെറിയ റോഡുകളായിരുന്നു, ഓവർ ക്രൗഡിങ് ഉണ്ടായിരുന്നു അവിടെ വാഹനങ്ങളുടെ. അതുകൊണ്ട് തന്നെ സുഖകരമായ ഒരു യാത്ര നമുക്ക് സാധ്യമല്ലായിരുന്നു. ഇന്ന് നമ്മുടെ ഹൈവേകളിൽ നമുക്ക് 1 മിനിറ്റ് പോലും നഷ്ടപ്പെടുത്തില്ല. എന്ത് സ്മൂത്താണ്! എറണാകുളത്ത് നിന്ന് ഇപ്പോൾ പാലക്കാട് വരുന്ന പോകണമെങ്കിൽ വളരെ മനോഹരമായി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് കടന്നു പോകാൻ പറ്റുന്നത് കൊണ്ട് 2-3 സ്ഥലത്ത് നമുക്ക് ടോൾ കൊടുക്കേണ്ടി വരുന്നുണ്ട്. സോ എന്താണ് അവിടെ ഗവൺമെൻറ് നമുക്ക് ചെയ്തു തന്ന വലിയ ഉപകാരം എന്ന് പറഞ്ഞാൽ, മനോഹരമായ റോഡുകൾ ഉണ്ടാക്കിയിട്ട് അതുമൂലം ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെ, ക്രൗഡിങ്, വാഹനങ്ങളുടെ ബാഹുല്യം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഒഴിവാക്കുന്നതിനുള്ള പഠനം നടത്തി എങ്ങനെയാണ് 2 ലൈൻ ട്രാഫിക്, 3 ലൈൻ ട്രാഫിക്, 4 ലൈൻ ട്രാഫിക് ഒക്കെ ഉപയോഗിക്കേണ്ടതെന്ന് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്തു. അതിനുള്ള പ്രിവെൻഷൻസ് ചെയ്തു. ഡിവൈഡറൊക്കെ വെച്ച് മനോഹരമായ റോഡുകൾ ഉണ്ടാക്കി നമ്മളെ സുഖകരമായി എങ്ങനെയാണ് റൈറ്റ് ലെഫ്റ്റ് ടേണുകൾ ഉപയോഗിക്കേണ്ടതെന്ന് പഠിപ്പിച്ച് അതിനുള്ള പണം വാങ്ങി നന്നായി യാത്ര ചെയ്യാൻ സഹായിക്കുന്നതുപോലെയാണ് ഒരു ഹോസ്പിറ്റലിൽ പേഷ്യൻറ്റിനെ പ്രിവെൻഷൻ ഓഫ് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻസ് എന്ന് എഴുതി നാളെ റോഡിൽ അവർ തന്നെ കുഴിയുണ്ടാക്കി നമ്മളെ കുഴിയിൽ ചാടിച്ചിട്ട് ടോള് പിരിക്കുമെന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല നമ്മുടെ നാട്ടിൽ. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സുഖപ്പെടാൻ വേണ്ടി ആശുപത്രിയിൽ വന്ന് നമ്മൾ അസുഖമായിട്ട് തിരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നല്ല ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ് പറഞ്ഞ് പഠിപ്പിക്കണം. ഓവർ ക്രൗഡിങ് ഉണ്ടായാൽ പേഷ്യൻ്റ് പ്രശ്നമാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കണം. സോ നമ്മൾ അവരെ പേഷ്യൻറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിനകത്ത് അത്തരത്തിൽ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻസ് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് പഠിപ്പിക്കേണ്ടതുണ്ട്. പേഷ്യൻ്റ് ആൻഡ് ഫാമിലി ആർ എഡ്യൂക്കേറ്റഡ് അബൌട്ട് പ്രിവെൻറ്റിംഗ് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻസ് PRE 5H. ഹൈവേയിൽ നല്ല യാത്ര കിട്ടുമ്പോൾ അല്പം ടോള് കൊടുത്താൽ ഒരു കുഴപ്പവും ഇല്ല എന്നത് നമ്മൾ സന്തോഷത്തോടെ തീരുമാനിക്കുന്ന പോലെ പേഷ്യൻസിന് ഒരുപാട് ക്രൗഡ് ഉണ്ടാക്കാതിരുന്നാൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാതിരിക്കും. വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വിസിറ്റേഴ്സിനെ അധികം അനുവദിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു മനസ്സിലാക്കാനുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മുടെ ആശുപത്രിയിൽ ഉണ്ടാകട്ടെ.